അങ്ങനെ എ സി റിപ്പയർ ചെയ്യാൻ വന്നവരൊക്കെ മടങ്ങിപ്പോയതിനു ശേഷം പത്മയും മക്കളും തിരിച്ചെത്തുകയാണ് വീട്ടിലെ. അവർ പറയുന്നുണ്ട് എന്തായിരുന്നു അവരുള്ള ആളുകളുടെ ഓരോ ചോദ്യം. സൂര്യയെ എന്താ ഒരു വേലക്കാരി പെണ്ണാണ് വിവാഹം കഴിച്ചത്, എന്താണ് സൂര്യയുടെ ഭാര്യയെ പാർട്ടിക്കൊന്ന് കൊണ്ടുവരാത്തത്, അങ്ങനെ ആർക്കൊക്കെ എന്തൊക്കെ അറിയണം, ഞാൻ നന്നായിട്ട് അവരോട് പറഞ്ഞ് അവിടെ വായ അടപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണ്ട ഇന്ദ്രജ. അപ്പോൾ പത്മ പറയും ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ എവിടേക്കുമില്ല എന്ന് പറയുന്നത്. എന്തായാലും അമ്മയുടെ പെർഫോമൻസ് ഉഗ്രനായിട്ടുണ്ട്, അവർക്ക് അതുപോലെ തന്നെ മറുപടി കൊടുക്കണം എങ്കിലേ വായ അടക്കൂ എന്നൊക്കെ പറയാട്ടോ ഇത് വേദ. അങ്ങനെ അവർ മൂന്ന് പേര് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കോളിംഗ് ബെല്ലടിക്കുകയാണ്. ആ സമയത്ത് അടുക്കളയിൽ ജോലി തിരക്കായിരുന്ന നന്ദിനി അവിടെ നിന്നും കൈയൊക്കെ കഴുകി ഓടിയെത്തുകയാണ്. എന്നിട്ട് അവൾ ഡോർ തുറന്നിട്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്ര ചോദിക്കുന്നുണ്ടോ നീ എവിടെയായിരുന്നടി, ഡോർ തുറക്കാൻ എന്താ ഇത്ര താമസിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അടുക്കളയിൽ ജോലിയില്ലായിരുന്നു മാഡം, അതാണ് വൈകിയത് എന്ന് നന്ദിനി തിരികെ പറയാം. എന്തായി ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്ടോ. റെഡിയായി മാഡം, ഇനി കറികൾ താളിച്ചൊഴിക്കാനുള്ളൂ എന്ന് പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോവാണ്. പത്മമാവട്ടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുകളിലേക്ക് റൂമിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഇന്ദ്രജയും വിജയും വേദയും കൂടി എന്തായാലും നേരത്തെ എഴുന്നേറ്റ് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് മൂന്ന് പേരും റൂമിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ റൂമിലെത്തിയ ഇന്ദ്രജയോട് വിജയ് പറയുന്നുണ്ട്, കേട്ടോ ഇന്ദ്രജയെ, ഇന്ന് പാർട്ടിയിലെത്തിയ മൂന്ന് പേർ എന്നോട് പറഞ്ഞു ഞാൻ പ്രോജക്ട് മാനേജർ ആയ ശേഷമാണ് നമ്മുടെ കമ്പനി ഇത്രയും ഉയരത്തിലെത്തിയത് എന്ന്. അവർ കള്ളം പറയുന്നവരൊന്നുമല്ല. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയാനുണ്ടോ. എന്നാൽ ഇന്ദ്രജയ്ക്ക് ഇത് കേട്ടപ്പോൾ പുച്ഛാണ് കേട്ടോ. അപ്പോൾ അവൾ വിജയോട് ആജ്ഞാപിക്കുകയാണ്, ആ അലമാരിയിൽ നിന്ന് എൻ്റെ ഡ്രസ്സ് എടുത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിയിടട്ടെ. അപ്പോൾ വിജയ് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ എന്താ ഒരു അഭിപ്രായം പറയാത്തത്. ഇന്ദ്രജ പറയുന്നുണ്ട്, വിജയെക്കുറിച്ച് എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അത് വിജയ് മാത്രമേ കേൾക്കുകയുള്ളൂ, മറ്റാരും അത് കേൾക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴും വിജയ്ക്ക് മനസ്സിലായത് അവനെക്കുറിച്ച് ആക്കിയതാണ്. അങ്ങനെ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീണ്ടും അവൾ ആജ്ഞാപിക്കുക. വിജയ് അലമാരയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ. ആ സമയത്ത് അവൻ സ്വയം പറയുന്നുണ്ട്, അടുക്കളയിൽ ജോലി ചെയ്യാൻ രാജുവേട്ടനും സുമയും, ബെഡ്റൂമിൽ ഞാനും, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഡോർ തുറക്കാണ്ട് അലമാരയുടെ. അപ്പോൾ ഡ്രസ്സൊക്കെ ആകെ വാരി വലിച്ച് കുത്തി വെച്ചിട്ട് മാറി നിൽക്കുകയാണ്. ഇതെന്താ ഇന്ദ്രജ ഡ്രസ്സെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവളും ശ്രദ്ധിക്കുന്നത്. അവൾ നേരെ അലമാരയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അതെ, എന്ത് പറ്റി, ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്, ആരാ ഇവിടെ കയറിയത്, അയ്യോ എൻ്റെ ആഭരണങ്ങൾ കാണാനില്ല, എൻ്റെ പൈസ കാണാനില്ല എന്നൊക്കെ അവൾ പറയാണ്. എങ്കിൽ ആരോ ഇവിടെ മോഷണത്തിന് കയറിയിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രജ നേരെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ പത്മമാകട്ടെ അലമാരയിൽ വെച്ചിരിക്കുന്ന ആഭരണങ്ങളും ക്യാഷിനൊക്കെ വേണ്ടി തിരച്ചിൽ നടത്തുക കേട്ടോ. ഇന്ദ്രജ എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ അലമാരയിലുള്ള ക്യാഷും ഓർണമെന്റ്സും ഒന്നും കാണാനില്ല, ആരോ ഈ വീട്ടിൽ മോഷണത്തിന് കയറിയിട്ടുണ്ട് എന്ന് പറയാൻ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, അതെ എൻ്റെ ഒന്നും കാണാനില്ല, ഇനി എന്താ ചെയ്യും. വേദ എന്താണ് എന്ന് അന്വേഷിച്ചിട്ട് അവിടെ വരുന്നുണ്ട്. അവൾ കാര്യം അറിയാണ്. അവൾ പറയുന്നുണ്ട്, ഇവിടെ ആര് കയറാൻ, ആ നന്ദിനി തരിച്ചായിരുന്നില്ല ഈ വീട്ടിൽ, അവൾ തന്നെയായിരിക്കും ഇതെല്ലാം മോഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. എങ്കിൽ നമുക്ക് നന്ദിനിയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി താഴെ ഹാളിലേക്ക് എത്തുക. എന്നിട്ട് ഇന്ദ്രജ നന്ദിനി നന്ദിനി എന്ന് വീട്ടിൽ വിളിക്കാണ്ട്. എന്താ മാഡം എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എത്തുന്നുണ്ട്. എന്താ മാഡം വിളിച്ചത് എന്ന് ചോദിക്കേണ്ട നന്ദി. വിളിച്ച കാര്യം എന്താ നിനക്കറിയില്ലേ, ഞങ്ങളുടെ അലമാരിൽ നിന്നെടുത്ത ഓർണമെന്റ്സും പൈസയും നീ എവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാണ്ടോ ഇന്ദ്രജ. ഇത് കേട്ട് നന്ദിനി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചേച്ചിയുടെ മുറിയിൽ നിന്ന് പണവും ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മമ്മിയുടെ മുറിയിൽ നിന്നും. നീയല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് നീ തന്നെയാണ് എടുത്തത് എന്ന് പറയാൻ കേട്ടോ. എനിക്കറിയില്ല മാഡം, ഞാൻ ഒരു മുറിയിലും കയറിയിട്ടില്ല എന്ന് നന്ദിനി പറയാണ്. അപ്പോൾ വിജയ് ചോദിക്കുന്നുണ്ട്, പിന്നെ ആകാശത്ത് നിന്നും ആളുകൾ തുളച്ചിങ്ങോട്ട് കയറിയോ, എന്താ സംഭവിച്ചതെന്ന് മര്യാദക്ക് പറഞ്ഞു, അതാ നിനക്ക് നല്ലത് എന്ന് പറയാൻ കേട്ടോ. വീണ്ടും നന്ദിനി പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നു എ സി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് എന്ന് പറയേണ്ട നന്ദിനി. ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോൾ നീ എന്തിനാ അവരെ അകത്ത് കയറ്റിയതെന്ന് ചോദിക്കേണ്ടവൻ. ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ സൂര്യ സാർ അയച്ചതാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പുച്ഛം. സൂര്യയോ, അവൻ ഈ ഭാഗ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, പിന്നെ എങ്ങനെ അവൻ അവരെ എന്തായാലും നീ സൂര്യയെ വിളിക്ക് ഇന്ദ്ര, എന്നിട്ട് സത്യാവസ്ഥ അറിയാമല്ലോ എന്ന് പറയണ്ട പത്മ. അങ്ങനെ ഇന്ദ്രജ സൂര്യയെ വിളിക്കാണ്. അവൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ആരെയും അയച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്താ വട്ടുണ്ടോ, ഞാൻ അവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല എന്നറിയില്ലേ എന്ന് പറയാൻ. ഇത് കേൾക്കുന്ന നന്ദിനി ആകെ ഷോക്കാവുക. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഇന്ദ്രജ ഫോൺ കട്ട് ചെയ്യാം. ശേഷം നന്ദിനിയോട് പറയുന്നുണ്ട്, കേട്ടല്ലോ, ഇനി സൂര്യ പറഞ്ഞ ചാണുകളാണെന്ന് നീ പറയണ്ട, മര്യാദക്ക് സത്യം പറഞ്ഞോ എന്ന് പറയാൻ കേട്ടോ. നന്ദിനി പറയുന്നുണ്ട്, മാഡം എനിക്കറിയില്ല, അവർ വലിയ കാര്യമായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയാൻ. അപ്പോൾ വിജയ് പറയുന്നത്, കാര്യമായിട്ടാണ് സംസാരിച്ചത്, കാര്യമായിട്ട് സംസാരിക്കുന്നത് വേണ്ടപ്പെട്ടവരാണല്ലോ, അപ്പോൾ നീ അവർക്ക് വേണ്ടപ്പെട്ടവളാണ്. എന്നിട്ട് പത്മയോട് പറയുന്നുണ്ട്, ആന്റി എന്നാൽ പിന്നെ സംശയമൊന്നും വേണ്ട, ഇവൾക്ക് പരിചയമുള്ള ആരെയോ വിളിച്ചു വരുത്തി ഇതിനകത്തുള്ള പണവും സ്വർണവും ഇവൾ കൊള്ളയടിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നന്ദിനി വീണ്ടും ഷോക്കാവാണ്. എന്താ സർ, എന്താ ഇതൊക്കെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ വീടിനോട് ദോഷം വേണ്ട എന്തെങ്കിലും ഞാൻ ചെയ്യോ എന്ന് ചോദിക്കാൻ. വേദ പറഞ്ഞു, ചെയ്യൂ, ഇതും ഇതിൻ്റെ അപ്പുറവും നീ ചെയ്യൂ, മമ്മിയെ ദേഷ്യം പീഡിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നവരാളുകൾ നിന്റെ നാട്ടിലുള്ളവരാണോ അതോ നീ വിളിച്ചു വരുത്തിയവരോ. അപ്പോൾ വീണ്ടും നന്ദിനി ഷോക്കാവാണ്. മാഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ വേദ പറയാണ്, മമ്മിക്ക് ഓർമ്മയില്ല ഇവളുടെ നാട്ടിൽ നമ്മൾ ചെയ്തപ്പോൾ ഇവളുടെ അനുജത്തിമാർ ആഭരണം മോഷ്ടിച്ചത്, അന്ന് നമ്മൾ കയ്യോടെ പിടിച്ചത് കൊണ്ടല്ലേ നമ്മുടെ ആഭരണങ്ങളാണ് തിരിച്ചു കിട്ടിയത്.
ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അവൾ പറയുന്നുണ്ട്, മാഡം എൻ്റെ അനിയത്തിമാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയരുത്. ഇത് പറഞ്ഞതും പത്മ അവളുടെ മുഖത്ത് അടിക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടി? ഒരു കുട്ടിക്കുരങ്ങനെ കളിപ്പിക്കുന്നത് പോലെ എൻ്റെ മകനെ നീ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ധൈര്യം വെച്ച് ഈ വീടിനകത്തുള്ളവരോടൊക്കെ എങ്ങനെ വേണമെങ്കിലും പെരുമാറാമെന്നുള്ള നിന്റെ ഈ ധാരണയുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. എനിക്ക് എൻ്റെ പണവും ആഭരണവും തിരിച്ചു കിട്ടണം ഇപ്പോൾ. ഈ നിമിഷം എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ നന്ദിനി പറയാണ്, മാഡം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും പത്മ പുച്ഛിക്കുകയാണ്. ഓഹോ, അപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ അവർ പ്രതിയെ കിട്ടാതാകുമ്പോൾ ഈ കേസ് അങ്ങ് അവസാനിപ്പിച്ചോളുമല്ലോ. അങ്ങനെ എല്ലാം മറന്ന് കഴുകിക്കളയാമെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. അത് നടക്കില്ല മോളെ. സത്യം പറയടി, വന്നവരാരായിരുന്നു? നീയും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്? എപ്പോഴാണ് നീ ഇതിനൊക്കെ തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കും. നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നത്, എനിക്കറിയില്ല, ഞാനിത് പറഞ്ഞില്ല. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ മനഃപൂർവ്വം കള്ളിയാക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രജയോട് പറയുന്നുണ്ട്, ഇന്ദ്രജ ഇവളുടെ സാധനങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു, ചെന്ന് പരിശോധിക്കുക എന്ന് പറയാൻ കേട്ടോ. നന്ദിനി, മാഡം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ദ്രജ അവളെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അവളുടെ ബാഗ് എടുക്കാൻ പറയാൻ അവൾ ഷെൽഫിൽ നിന്നും ബാഗ് എടുത്ത് കൊടുക്കുകയാണ്. അത് വേദയോട് പരിശോധിപ്പിക്കാൻ കേട്ടോ. ഇതിലൊന്നും ഇല്ല എന്നവർ പറയാണ്. അങ്ങനെ വീണ്ടും വാടി മമ്മിയുടെ അടുത്ത് ചെല്ലും. നിനക്കുള്ള ശിക്ഷ നീ തന്നെ ഏറ്റുവാങ്ങിക്കോ എന്ന് പറയാൻ. എന്നിട്ട് പത്മയുടെ മുന്നിൽ വീണ്ടും കൊണ്ടുവന്നിടുകയാണ്. മമ്മി ഇവളുടെ ബാഗ് പരിശോധിച്ചു, പക്ഷെ അതിലൊന്നുമില്ല എന്ന് പറയാണ്. എങ്കിൽ ഇവളുടെ അച്ഛനെ വിളിക്ക്, ഇന്ന് തന്നെ ഇവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം. ഇനി അച്ഛനും മക്കളും കൂടി ചേർന്നുള്ള പണിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ എന്ന് പറയാൻ. അങ്ങനെ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാൻ നിൽക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, മാഡം പ്ലീസ് വെറുതെ എൻ്റെ അച്ഛനെയും കൂടി അറിയിച്ച് അവരെ വിഷമിപ്പിക്കുക. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയാണ്. പക്ഷെ പത്മ അത് കൂട്ടാക്കുന്നില്ല. അവർ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുകയാണ്. മാഡം പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ അറിയാതെ പത്മത്തിന്റെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ. എല്ലാവരും ഒന്ന് വിറച്ചു നോക്കി നിൽക്കുന്നുണ്ട്. പ്ലീസ് മാഡം പ്ലീസ് വിളിക്കരുത് എന്നൊക്കെ പറയാണ്ട് അവൾ കെഞ്ചാണ് കേട്ടോ പത്മത്തിന്റെ മുന്നിൽ. ആ സമയത്ത് അതൊന്നും മൈൻഡാക്കാതെ വീണ്ടും പത്മ വിളിക്കാൻ നിൽക്കുക. അപ്പോഴേക്കും പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്ത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി ഡോർ തുറക്കുകയാണ്. അത് പോലീസായിരുന്നു കേട്ടോ വന്നിരിക്കുന്നത്. ഈ വീട്ടിലല്ലേ മാഡം മോശം നടന്നു എന്ന് പറഞ്ഞ് കേസ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരും വിളിച്ചില്ല എന്ന മട്ടിൽ എല്ലാവരും പരസ്പരം നോക്കുന്നു. വിജയ് ആ സമയത്ത് മുന്നോട്ട് വന്നിട്ട് പറയുന്നില്ല, ഞാനാണ് ആൻറ്റി വിളിച്ചത്. ഈ പ്രശ്നം ഇവിടെ ഒതുങ്ങില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയാണ്. അങ്ങനെ പോലീസിനോട് കാര്യങ്ങളൊക്കെ അവർ പറയാൻ. എന്നിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അവരെ. അപ്പോൾ SI പത്മയോട് ചോദിക്കുന്നുണ്ട്, പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? രാത്രിയാണോ അതോ പകലോ എന്ന് ചോദിക്കാം. അപ്പോൾ പത്മ പറയുന്നുണ്ട്, സർ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ തന്നെ ഒരു പാർട്ടിക്ക് പോയതാണ്. പോകുന്ന സമയത്ത് പണവും ആഭരണവും അലമാരയിൽ ഇരിപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് മിസ്സായത് അറിയുന്നത് എന്ന് പറയാം. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, ഓക്കെ എങ്കിൽ വീടിന്റെ വാതുകളും മറ്റോ കുത്തിപ്പൊളിക്കുകയോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല സർ, വീട് ഇവളെ ഏൽപ്പിച്ചാണ് ഞങ്ങൾ പുറത്തു പോയത്. ഇതാരാണ് എന്ന് പോലീസ് ചോദിക്കാൻ. ഇത് ഇവിടുത്തെ വേലക്കാരിയാണ് എന്ന് പറയാൻ കേട്ടോ ഇന്ദ്രജ. ഇവൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് എന്ന് ചോദിക്കാൻ പോലീസ്. കഷ്ടിച്ച് 1 മാസം എന്ന് പറയാൻ അവർ. പിന്നീട് പോലീസ് നന്ദിനിയുടെ ചോദ്യങ്ങൾ. സത്യം പറയടി, ഇവിടെ എന്താണ് നടന്നത്? അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, സർ ഞങ്ങളില്ലാത്തപ്പോൾ ഇവിടെ 2 AC മെക്കാനിക്കുമാർ വന്നു എന്നാണ് ഇവൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആരും AC സർവീസ് ചെയ്യാൻ ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല. ഇവൾ കള്ളമാണ് സർ പറയുന്നത് എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നതാണ്, ഇല്ല സർ, അവർ ഇവിടെ വന്നിരുന്നു, അവർ തന്നെയാണ് മുറിയിലും കയറിയത്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, ഇവിടെ CCTV ഇല്ലേ? പത്മ പറയാണ്, ഇവിടുത്തെ CCTV കംപ്ലൈന്റ് ആയിട്ട് 1 ആഴ്ചയായി. അതറിയാവുന്നത് തന്നെയാണ് ഈ വീട്ടിലുള്ളവരും ഇവിടെയുള്ള ജോലിക്കാരും. പിന്നീട് പോലീസ് നന്ദിനിയോട് പറയുന്നുണ്ട്, നാട് നീളെ മോഷണം പെരുകി പെരുകി വരുന്ന സമയമാണ്, പക്ഷെ അതിനൊന്നും ഒരു തുമ്പോ കിട്ടാറില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെ പോലുള്ളവർ പോലീസിനെ കബളിപ്പിക്കുന്ന രീതിയിൽ വളരെ വിദഗ്ധമായിട്ട് അത് ചെയ്യും. AC മെക്കാനിക്കിന്റെ വേഷത്തിൽ വന്നവരാരാണ്? അവർ നിന്റെ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല എന്ന് നന്ദിനി വീണ്ടും പറയാം. അപ്പോൾ വീണ്ടും SSR പറയുന്നുണ്ട്, ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അതല്ല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ പിന്നെ നിന്റെ ജന്മം കൊണ്ടുപോയി നിനക്ക് വലിയ അർത്ഥമൊന്നും ഉണ്ടാകില്ല. മറ്റുള്ള ജോലിക്കാർ ഇവിടെയില്ല, വീട്ടുകാരും ഇവിടെയില്ല, സാഹചര്യങ്ങൾ കൃത്യമാണ്. ഇനി അതെങ്ങനെ ചെയ്തു എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി എന്നൊക്കെ സേസർ പറയാം. നന്ദിനി ആകട്ടെ ആകെ ഷോക്കായി നോക്കി നിൽക്കാൻ ട്ടോ ഇവരുടെ ഓരോ വാക്കുകളും. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്തോ എന്നിൽ കുത്തിവെച്ച് എന്നെ കള്ളിയാക്കിയേ അടങ്ങൂ എന്നാണോ? ഇത്രയും നേരം കള്ളി കള്ളി എന്ന് വിളിച്ച് ഇവരെന്നെ കുറ്റക്കാരിയാക്കി. എന്നിട്ട് അവർ തന്നെ പോലീസിനെ വിളിച്ചു. വന്നു കയറി നിങ്ങൾക്ക് ഒരു സംശയവുമില്ല, ഞാനാണ് കള്ളി എന്ന് നിങ്ങളും ഉറപ്പിച്ചു. സാറന്മാർ പറയുന്നത് പോലെ ഗൂഢാലോചന നടത്തുന്നത് ഞാനല്ല, ദേ ഈ നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പത്മത്തെയും മക്കളെയും ചൂണ്ടിക്കാണിക്കേണ്ട നന്ദി. എന്നെ മനഃപൂർവ്വം കള്ളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചു വരുത്തിയതാണ്. ഇതാണോ പോലീസുകാരുടെ ഡ്യൂട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത്, സാറേ ഇവൾ കാഞ്ഞ വിത്താണ്. ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവൾ സത്യം പറയില്ല. സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഒരു 10 മിനിറ്റ് തന്നാൽ മതി, ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം എന്ന് പറയാം. അപ്പോൾ പത്മത്തിനും മക്കൾക്കും സന്തോഷമാവാണ്ട് അവർ ചിരിക്കുകയാണ്. അപ്പോൾ SSR പത്മത്തോട് പറയുന്നത്, ഞങ്ങൾ ഇവളെ കൊണ്ടുപോവുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വരെ വരണം, പരാതി എഴുതി തരാൻ എന്ന് പറയാണ്. എന്നിട്ട് ഇങ്ങ് വാടി എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ സ്റ്റേഷനിലേക്ക്. നന്ദിനി ആകട്ടെ, മാഡം പ്ലീസ്. അവൾ എത്ര കെഞ്ചി പറഞ്ഞിട്ടും അവരാരും അത് മൈൻഡാക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവളെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറക്കാണ്. കറക്റ്റ് സമയത്ത് തന്നെ യതീന്ദ്ര സാറും സൂര്യയും അവിടെ എത്തുകയാണ് കേട്ടോ. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്
എന്തിനാണ് ഇവളെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? എന്താ ഇവിടെ പോലീസുകാരൊക്കെ എന്താ കാര്യം എന്ന് തിരക്കാണ്. അപ്പോൾ എസ് ഐ സാർ ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? ഇത് ഞങ്ങളുടെ അച്ഛനാണ് എന്ന് പറയാട്ടോ ഇന്ദ്രജയും വേദയും. ഓഹോ, അത് ശരി. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇവൾ കള്ളിയാണ്. ഈ വീട്ടിലെ ആഭരണങ്ങളും ക്യാഷും അടിച്ചു മാറ്റിയത് ഇവളാണ്. പക്ഷേ ഇവൾ ഒരിക്കലും സത്യം പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് സ്റ്റേഷനിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യാമെന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇൻസിഡന്റ് സാർ പറയുന്നുണ്ട്, വിട അവളെ, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അവളെ വിട്ടയക്കണം എന്ന് പറയാണ്. അപ്പോൾ എസ് ഐ സാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയാൻ. നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവളെ നന്നായിട്ട് എനിക്കറിയാം. ഇവൾ അങ്ങനെ ചെയ്യില്ല. ഇവൾ സത്യം മാത്രമാണ് പറയുന്നത്. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ നോക്ക്. യഥാർത്ഥ മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവരെ കണ്ടെത്താൻ നോക്ക്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നല്ലാതെ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് നോക്കിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്ന് പറയാൻ കേട്ടോ. സോറി സർ, ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവർ നന്ദിനിയെ അവിടെ വിട്ടയച്ച് വണ്ടിയിൽ കയറി പോവാൻ. എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന പത്മത്തിനും ഇന്ദ്രജയ്ക്കും വേദക്കൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. അവർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. അകത്തെത്തിയ യതീന്ദ്രൻ സാർ അവരോട് നിൽക്ക് എന്ന് പറയാണ്. എന്തിന്റെ പേരിലാണ് നിങ്ങളെ കള്ളിയാണെന്ന് പറഞ്ഞ് പോലീസിനെ ഏൽപ്പിച്ചത്? യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും ഇവൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായി? അത് ഡാഡി, ഇവൾ കള്ളിയാണ്. ഇവളല്ലാതെ മറ്റാരും ഈ വീട്ടിൽ വരാൻ എന്ന് പറയാട്ടോ. ഇന്ദ്രജ, മിണ്ടരുതിനി എന്ന് പറയാട്ടോ യതീന്ദ്ര സാർ അവളോട്. പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായ മോഷ്ടാക്കളെയാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഇവളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. ഇനിയെങ്ങാനും ഇവളെ ഇതിന്റെ പേരിൽ ആരെങ്കിലും ദ്രോഹിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം എന്റെ മക്കൾ അറിയും എന്ന് പറയാൻ. എന്നിട്ട് വാ മോളെ എന്നും പറഞ്ഞ് നന്ദിനിയെയും പിടിച്ച് അകത്തേക്ക് പോവാണ്ട് യതീന്ദ്ര സാറ്. എന്നാൽ വേദയും ഇന്ദ്രജയും ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കാൻ. നശിപ്പിച്ചു എല്ലാം. എന്തിനാണ് ഈ സമയത്ത് ഡാഡി വന്നത്? ഇല്ലായിരുന്നെങ്കിൽ അവളെ പോലീസ് കൊണ്ടുപോയി എല്ലാത്തിനും അവളെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്നത് പോലെ പറയിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ.